ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇന്ന് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് പരിശോധിക്കാം. സോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എങ്ങനെ പെർഫോം ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഡേ ചാർട്ട് ഒന്ന് എടുക്കാം. ഡേ ചാർട്ടിൽ നമ്മൾ എന്താ വരച്ചു വെച്ചിരുന്നത്? ഈ ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തെ ഡേ ഹൈ ആണ് നമ്മൾ ഗ്രീൻ ലൈനിൽ വരച്ചു വെച്ചിരുന്നത്. ആൻഡ് ഈ ഒരു റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ദിവസത്തെ ഡേ ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ആ ഒരു ഗ്രീൻ ലൈൻ, അതായത് ഡേ ഹൈ, വെള്ളിയാഴ്ച ദിവസത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു സപ്ലൈ സോൺ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ആദ്യമേ പിന്തുടർന്ന് പോയത്. സോ മാർക്കറ്റ് ഇന്ന് ആ ഒരു റേഞ്ചിലേക്ക് പോയ ശേഷം ഒരു എന്താ പറയുക ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് ഇന്നലത്തെ ഡേ ഹൈയിലേക്ക് തിരിച്ചെത്തി. ബട്ട് മാർക്കറ്റിന് അതിന് ക്ലോസ് ചെയ്യാനുണ്ടായത്. സോ നമ്മുടെ വ്യൂ എന്തായാലും സെയിം ആയിട്ട് തുടരുകയാണ്. മാർക്കറ്റ് എന്തായാലും ആ ഒരു ഏരിയ കവർ ചെയ്ത് പോകുന്നവരെ നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കും. സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഇതൊരു പ്ലെയിൻലി നമുക്ക് പറയാൻ പറ്റും ഒരു റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതയുള്ള സോണാണ് ഇത്. അപ്പോൾ മാർക്കറ്റ് നാളത്തെ ഒരു ട്രേഡിംഗ് ഡേയും ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മേജർലി ഉള്ള ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് നമുക്ക് തരണം. സോ 25,800 ഈ ഒരു ഏരിയ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് മേ ബി മാർക്കറ്റിൽ ഒരു മൊമെന്റത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഏരിയ 25,800 എന്ന് പറയുന്ന സോൺ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്താൽ മേ ബി നമുക്കൊരു അപ്സൈഡ് വ്യൂവിലേക്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. സോ സപ്ലൈ അടിച്ച് താഴോട്ട് വരെയാണെങ്കിൽ മേ ബി ഈ ഒരു ഏരിയ ഇന്നലത്തെ ഡേ ലോ ഒരു എന്താ പറയുക ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ടും വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ 25,300 എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഏരിയയും 25,570 എന്നുള്ളത് സപ്ലൈ ആയിട്ടും 25,800 എന്ന് പറയുന്ന ഒരു ഓവർ ഹെഡ് സപ്ലൈ ആയിട്ടും ആക്ട് ചെയ്യാനാണ് പോസിബിലിറ്റി ഉള്ളത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കൂടെ വ്യൂ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ നോക്കിയാലും നമ്മുടെ വ്യൂ ഏകദേശം സെയിം ആയിരുന്നു. ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് എത്തി, ആ സപ്ലൈ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മറിച്ച് സപ്ലൈയിൽ നിന്ന് താഴോട്ട് വരികയാണ് ഉണ്ടായത്. സോ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് വ്യൂ വരണമെങ്കിൽ നമ്മുടെ ഒരു എന്താണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്താൽ മേ ബി നമ്മളൊരു ബുള്ളിഷ് വ്യൂവിലേക്ക് പോകും ബാങ്ക് നിഫ്റ്റിയിൽ. സോ അതുവരേക്കും നമുക്ക് ബാങ്കിങ് ട്രേഡ്സ് അല്ലെങ്കിൽ ഞാൻ എടുക്കാതെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും മാർക്കറ്റ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ പ്രോപ്പർ എന്താ പറയുക ലെവൽസ്, കുറച്ചും കൂടെ ഇൻട്രാഡേ ലെവൽസ് നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ ഡേ ഹൈ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, HCL ടെക്, ബജാജ് ഫിനാൻസ്, കോൾ ഇന്ത്യ ആൻഡ് വിപ്രോ ടോപ്പ് ഗെയിനേഴ്സിലും. ടോപ്പ് ലൂസേഴ്സിൽ ട്രെൻഡും, മാക്സ് ഹെൽത്ത് കെയറും, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റും, എട്ടേണലും, അപ്പോളോ ഹോസ്പിറ്റലും ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ, ടോപ്പ് ലൂസേഴ്സിൽ വന്ന ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട ഒരു എന്താ പറയുക റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു സ്റ്റോക്കാണ് ട്രെൻഡ്. ബട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ട്രെൻഡിന് തന്നെ ഇന്ന് ഒരു സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായത്. സോ ട്രെൻഡിന്റെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് റേഞ്ചിലോട്ടാണ് നിന്നത് ട്രേഡ് ചെയ്ത്. സോ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് ട്രെൻഡ് താഴോട്ട് വരികയാണ് ഉണ്ടായത്. സോ അടുത്തൊരു സപ്പോർട്ട് റേഞ്ച് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രോപ്പർ ഡിമാൻഡ് സോണിലേക്ക് മാർക്കറ്റ് വന്ന് എന്താ പറയുക അവിടെ റിയാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഒരു പ്രോപ്പർലി ഉള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയത്തുള്ളൂ. ട്രെൻഡിൽ എന്തായാലും ഒരു സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ അടിച്ച് നിൽക്കുകയാണ്, കണ്ടില്ലേ? നോക്കിയാൽ അറിയാം. വൺ ഡേ ചാർട്ട് നമുക്ക് എടുക്കാം. വൺ ഡേ ചാർട്ട് നോക്കിയാൽ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക റിവേഴ്സൽ പോസിബിലിറ്റി ഒന്നും നിലവിലില്ല. ഇന്ന് പ്രോപ്പർ സെല്ലിംഗ് ആയിരുന്നു. സോ എന്താ പറയുക ഈ ഒരു സോണ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ 379 ഇനി ഒരു മേ ബി 10% മൂവ്മെന്റ് കൂടെ ഡൗൺ സൈഡ് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും ഈ ഒരു സോണ് മാർക്കറ്റിന്റെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഈ ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാത്രം നമുക്ക് ട്രെൻഡിൽ റിവേഴ്സൽ നോക്കാം. അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ സ്റ്റോക്സ് തൽക്കാലം ഒഴിവാക്കുക. എന്താ പറയുക ഫോളിംഗ് നൈഫ് എന്ന് പറയാം. എപ്പോഴും വീണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മാർക്കറ്റ് ഒരു ബേസ് ഉണ്ടാക്കിയ ശേഷം റിവേഴ്സൽ സൈൻസ് കാണിച്ച ശേഷം മാത്രം നമുക്ക് ട്രെൻഡ് പോലെയുള്ള സ്റ്റോക്കുകളിൽ കൂടുതൽ പൊസിഷൻസ് ആഡ് ചെയ്യാനെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടാകുന്ന കുറച്ച് സ്റ്റോക്സിൻ്റെ ഒരു പെർഫോമൻസ് കാണിക്കാം. ഒന്ന് ജെയിൻ റിസോഴ്സ് ആണ്. ജെയിൻ ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രെയിൽ എടുത്ത കാര്യം അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശേഷം എംക്യൂർ ഫാർമയാണ് ഓൾറെഡി ഹോൾഡ് ചെയ്യുകയാണ്. ഇതൊക്കെ നല്ല പ്രൈസ് ആക്ഷൻ കാണിച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ടെമ്പോ ഗ്ലോബൽ. ടെമ്പോ ഗ്ലോബൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്.
ആൻഡ് ഇനി എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 850 റേഞ്ചാണ്. നമ്മുടെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 618 650 റേഞ്ചാണ്. സോ മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. 2 ദിവസമായിട്ട് ബാക്ക് ടു ബാക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 20% മൂവ്മെന്റ് 2 days കൊണ്ട് ഞാൻ കിട്ടിയിട്ടുണ്ട്. സോ ടെമ്പോ ഗ്ലോബലിൽ ഇനി മേ ബി ഞാൻ നാളത്തെ ഒരു ദിവസം എന്താ പറയുക കുറച്ചുകൂടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിനെ കുറിച്ച് ചിന്തിക്കും. കാര്യം 20% മൂവ്മെന്റ് പ്രോപ്പർലി തന്ന സ്ഥിതിക്ക് മാക്സിമം റീടെസ്റ്റിനുള്ള പോസിബിലിറ്റി കാണുന്നതുകൊണ്ട് തന്നെ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നുള്ള മെന്റാലിറ്റി നിൽക്കുകയാണ് ടെമ്പോ ഗ്ലോബലിൽ. ശേഷം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന സ്റ്റോക്ക് LTIM ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ബ്രേക്ക്ഔട്ട് ആൻഡ് റീടെസ്റ്റ് എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ് LTIM. ഞാൻ ഒരു ഹയർ ടാർഗറ്റ്സിലേക്ക് ഈ സ്റ്റോക്ക് നോക്കുന്നുണ്ട്. നിങ്ങൾക്കും ഫോക്കസ് ഇടാം. സോ ഇനി ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് അത് പരിശോധിച്ച ശേഷം ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അത് വീഡിയോസിലും പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് സെഷനിൽ നിങ്ങൾ പറയുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ശ്രമം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.